ലിസ്റ്റായിരുന്നു ആ കുറെ പേരുണ്ടല്ലോ. അയ്യോ ആ എന്താ വാ തോന്നുന്നല്ലേ പിന്നെ ഭയങ്കര സുഖമല്ലേ? വീട്ടിൽ കണ്ടായിരുന്നു രാവിലെ. അവനെ കണ്ടിട്ടല്ലേ എല്ലാ ദിവസം ഇറങ്ങുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞ എന്റെ അടുത്താ? അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നു? ക്ലീറ്റപ്പനെ കണ്ടില്ലേ രാവിലെ? രാവിലെ കണ്ടായിരുന്നു. കണ്ടാ? അവൻ പറഞ്ഞൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് ഞാൻ വലിയ ചെയ്ത് കൊടുക്കാറില്ല. അളിയമ്മനും വിളിക്കാത്തത് മറ്റേ ഡൈനിങ് ടേബിളിന്റെ ഗ്യാസ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഏത്? അന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്കാ? ഓ നമ്മളെ പൈസ ഇല്ല. പൈസ ഇല്ലേ? സെക്കൻഡ് ഹാൻഡ് സാധനം ഉണ്ടെന്നു. സെക്കൻഡ് ഹാൻഡ് കൊള്ളാമോ സംഭവം? പിന്നെ മറ്റേ കുഞ്ചാല വീട്ടിൽ അടിക്കട്ടിനാണ്ടില്ലേ, ഇത് സെക്കൻഡ് ഹാൻഡ് സാധനം അവർ എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി പെയിന്റ് ഒക്കെ ചെയ്ത്. ഒരുപാട് വീട്ടിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലേ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തോന്ന് പാലറിയാമോ സെക്കൻഡ് ഹാൻഡ് ആണ്? അല്ല അതറിയുന്നതല്ല, പക്ഷേ ഈ ഉടായ്പല്ലേ നിങ്ങളൊക്കെ എൻ്റെ ആളുകൾ. ഉടായിപ്പൊന്നുമില്ല, നമുക്ക് വേണ്ടപ്പെട്ട ഭയമല്ലേ ചെയ്യും. പോകാത്ത ഇതിന്റെ കൂടെ കാതലെന്നും പറഞ്ഞ മറ്റേ സാധനമൊക്കെ തേച്ച് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അതൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. നല്ല നല്ല സൂപ്പർ സാധനമല്ലേ കിട്ടുമല്ലേ? പിന്നെ ഈ കറണ്ടിന്റെ മറ്റേ ബില്ലടയ്ക്കണ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ അല്ലല്ലോ, വാണി തന്നതിന് ശേഷമുള്ള ലാസ്റ്റ് ഡേറ്റ്. ഒരു 15 ദിവസത്തെ വാണി തന്നവര്. അതിന് ശേഷമുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ചിലപ്പോ ഇന്ന് ഊരുമല്ലേ? എപ്പോ ഊരി വെച്ചാ? സാറിന്റെ പേരുണ്ടല്ലോ? എന്റെ പേരുണ്ട്. നമുക്ക് കളിയാ ഒരു 4-5 ദിവസം കഴിഞ്ഞ് കുറച്ച് പൈസ വരാറുണ്ട്. ഓ, അപ്പൊ നിനക്ക് വരാനുണ്ടോ പൈസ? ഓ, പൈസ വരാനുണ്ട്. അപ്പൊ അവന്റെ ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെ വരാനുള്ളവരെ ഉള്ളൂ. അങ്ങനെയല്ല, വരാനുള്ള പൈസ വരും. കാരണം ഉടനെ 4 ദിവസത്തിനകത്ത് വരുമെന്ന് പറഞ്ഞ്. പണി ഇന്ന് ഊരാൻ പറഞ്ഞതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കൊണ്ട് അടയ്ക്കാം. 15 ദിവസത്തിന് മുമ്പ് വിളിച്ച് പറഞ്ഞല്ലേ? ഓ, വാണിംഗ് തന്നല്ലേ? വാണിംഗ് തന്നു. ഇപ്പൊ ലിസ്റ്റ് തന്നില്ല എനിക്ക്. ഇപ്പൊ ലിസ്റ്റ് ഇല്ലായിരുന്നേ കുഴപ്പമില്ല. ഇപ്പൊ ലിസ്റ്റ് സംഭവം വന്നില്ല. എപ്പോൾ മേടിച്ചിട്ട് വന്നുള്ളൂ ഞാൻ. ഈ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേര് കിടപ്പുണ്ട്. ഓ, അപ്പൊ എന്തായാലും എനിക്ക് അങ്ങോട്ട് വന്നല്ലേ പറ്റുള്ളൂ. ഞാൻ ക്ലീറ്റസിനെ കണ്ട് പറഞ്ഞിരുന്നു. ക്ലീറ്റപ്പിനെ കണ്ട് പറഞ്ഞു. ക്ലീറ്റപ്പിനെ പറഞ്ഞായിരുന്നു? ഓ, അപ്പൊ ഉറപ്പായിട്ടും ക്ലീറ്റൻ പറഞ്ഞ അളിയെ ഒന്ന് കണ്ടാ ചെന്നു. അങ്ങനെ പറഞ്ഞു. ഓ, അപ്പൊ വരാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും ഒരു 4 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യടേ. എടാ, ഇത് സർക്കാർ സ്ഥാപനമാണ്, പലചരക്കടല്ല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അളിയ അവിടെ വീട്ടിൽ വരണം, ഊരാൻ വരണം. വന്നിട്ട് അടിയിലത്തെ ഓയർ പതൊക്കെ ഊരി വെച്ചിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഊരി എന്നങ്ങ് പറഞ്ഞു. അടിയിലത്തെ പറയുമ്പോ ഇത് ഇവിടുത്തെ ഇങ്ങനെ ഒരു സാധനം അല്ലേ? എന്നെ പണി പഠിപ്പിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയാണ്. അതല്ല അളിയാ, ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു സഹായമായല്ലേ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? എന്റെ പൈസ സമയത്തുകൊണ്ട് അടയ്ക്കണം. ഇത് സർക്കാർ സ്ഥാപനമാണ്. ഇത് റേഷൻ കടയൊന്നുമല്ല പറ്റിയവർ നടത്താനായിട്ട്. ഓ, അതിപ്പോ എന്തൊരു കുഴപ്പം? നീ ഇത്തിരി ഇളക്കി വെച്ചിട്ട് അങ്ങ് പോയി. നീ പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോഴും അവര് വിചാരിക്കും. എന്റെ മുകളിൽ ഒരുപാട് ഓഫീസർമാരുണ്ട്, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പറയുന്നത് അനുസരിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ല, എനിക്ക് വേണ്ടപ്പെട്ടവരെ എന്റെ കൂട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീ ഒരു സഹായം ചെയ്യണേ. ഇതൊരു സർക്കാർ സ്ഥാപനം, അങ്ങനെ സഹായം ചെയ്യാൻ പറ്റില്ലെന്നേ. ആരെല്ലാം സഹായം ചെയ്യുന്നത് പോലെയൊക്കെ. ഞാൻ പക്ഷെ അങ്ങനെ അല്ലല്ലോ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂല. 15 ദിവസത്തിന് വാണിംഗ് തന്നെ തന്നെ. ഓ, ഇത് ഊരെന്ന് പറയും പറഞ്ഞു. ഇന്നിപ്പോ ലിസ്റ്റും വന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ ഊരിയിരിക്കും. നീ ക്ലീറ്റപ്പിന്റെ ആരാണ്? നീ ക്ലീറ്റപ്പിന്റെ ആരാണ്? അളിയൻ. അപ്പൊ ഞാൻ നിന്റെ ആരാണ്? നീന്റെ ആര്? അളിയൻ. അതങ്ങനെ? അപ്പൊ നമ്മൾ 3 അളിയന്മാരല്ലേടാ? അതങ്ങനെ അളിയനാവും. അപ്പൊ നിനക്കൊരു സഹായം ചെയ്തൂടി? അങ്ങനെ അങ്ങനെ അളിയനും മച്ചമ്പൊന്നുമില്ല ഇവിടെ. ഒരു ചെറിയ സഹായം ചെയ്യണേ. നടക്കൂല. നീ ഒരു കാര്യം ചെയ്യണ്ട. ഈ പീസ് ഞാൻ കൊണ്ടുപോവാ. നീ വന്ന് മറ്റേ പീസ് ഊരിക്കൊണ്ട് പോ. ഞാൻ ഇതിനെ കൊണ്ട് കുത്തിയിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യടേ. കഴിഞ്ഞ ആഴ്ച പൊട്ടിക്കോ. എന്താടാ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്? എന്താ അഡ്ജസ്റ്റ്മെന്റ്? നിന്നെ കൊണ്ട് പറ്റൂലേ? പറ്റൂല. ഇത് പറയാനാണ് ഇങ്ങോട്ട് വരുന്നത്. ചെറിയൊരു സഹായം ചെയ്യണം അങ്ങോട്ട്. സൗകര്യം എനിക്ക് മെനക്കെടുത്തിക്കാൻ രാവിലെ വരും. ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിലൊന്ന് ഫീസ് വരും. അവസാനം പേര് കിടക്കുന്നുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റൂല? പറ്റൂല. പറ്റൂല എന്നല്ലേ? എന്റെ മലയാളത്തിൽ പറഞ്ഞ് ഞാൻ ഇന്ന് വന്ന് എന്റെ ഫീസ് വരും. അല്ലെ മര്യാദയ്ക്ക് പൈസ അടച്ചിട്ട് പോ. നീ വാ ഊരാൻ വാ കേട്ടാ. ഞാൻ കാണിച്ചു തരാം. അപ്പഴേ നീ വരട്ടണ. നീ വാ കേട്ടാ. നീ ഊരാനേ അങ്ങ് വാ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആരൊക്കെ കാണുമെന്ന് നിനക്ക് കാണാം. കേട്ടില്ല? നീ ഊരാൻ വാങ്ങ് നോക്കിക്കോ. സമയാസമയത്ത് പൈസ അടയ്ക്കൂല. വലിയ ഡയലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അടേ നന്ന് ഇവിടെ നിന്നാ നല്ല മത്തി ഫ്രൈ ഉണ്ട്. ഇവിടെ ഉണ്ട്. എടേ മറ്റേ
ഞാൻ രാവിലെ പറഞ്ഞോട്ടെ കേസ് എന്തായി? നമ്മുടെ കുട്ടപ്പൻ്റെ കണക്ഷൻ നീ ഒന്ന് കട്ട് ചെയ്യണേ. 2 ദിവസം സാവകാശം കൂടെ കൊടുക്കണം. അവന് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട്, ആശുപത്രിയൊക്കെ ആയിരുന്നു. അതാ. പക്ഷെ അവൻ പറഞ്ഞ അതൊന്നും അല്ലല്ലോ. പിന്നെന്താ പറഞ്ഞു? അവൻ തന്നെ പണി പഠിപ്പിക്കാനായിരുന്നല്ലോ. അതെന്താ പറഞ്ഞു? അവൻ വന്ന് പറഞ്ഞത് അവന്റെ വീട്ടിലെ കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല, ചെന്ന് വെല്ലുവിളിച്ചിട്ടാ പോയവൻ. ശേഷ അത് അവന്റെ സംസാര രീതി ഇത്തിരി ആധികാരികമായിട്ട് സംസാരിക്കും. എൻ്റെ അളിയൻ എന്നുള്ളതുകൊണ്ട് അങ്ങനെ സംസാരിച്ചായിരിക്കും. ആ നിങ്ങൾ തമ്മിൽ അളിയന്മാരായിരിക്കും, എനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ അവനായിട്ട്. എടാ ഞാൻ പറഞ്ഞു വിട്ടിട്ടാണല്ലോ അവൻ അങ്ങോട്ട് വന്നത്. നിന്റെ അടുത്ത് ഞാൻ ഞാനാണ് എന്റെ ജോലി കാര്യത്തിൽ കയറി ഇടപെടുന്നത്. നിനക്ക് ഞാൻ എന്റെ മര്യാദയ്ക്ക് ജോലി ജീവിക്കുന്ന ഒരാളല്ലേ, നിന്നെ പോലെ അല്ലല്ലോ. അപ്പൊ നീ എന്തിനാണ് വെറുതെ ആൾക്കാർ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? എടേ ഇത് തല പോണ കാര്യമൊന്നും അല്ലല്ലോ. നീ ഇപ്പൊ കണക്ഷൻ ഇന്ന് കട്ടിയുള്ളത് 2 ദിവസം സാവകാശം കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. സാവകാശം കൊടുത്തല്ലയാ, 15 ദിവസം സാവകാശം കൊടുത്തു. വിളിച്ച് പറഞ്ഞിരുന്നു ബില്ലടക്കാൻ ഡേറ്റ് കഴിഞ്ഞു, 15 ദിവസം കഴിയുമ്പോൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞു. എടേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം 2 ദിവസം കൂടെ കൊടുക്കാൻ പറഞ്ഞത് അവന് പൈസ ഇച്ചിരി കിട്ടാനുണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ കൊണ്ട് അടയ്ക്കും. അതിപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞു, അവൻ എന്നോട് വന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ചെയ്യാം, മാനസിക പരിഗണന കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ. പക്ഷെ എനിക്കിത് അവിടെ പറയാൻ പറ്റൂലല്ലയാ. എനിക്ക് ശമ്പളം തരുന്ന സ്ഥലമാണല്ലോ അവിടെ എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അളിയന്റെ കൂട്ടുകാരനാണ്, അവന്റെ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ അവിടെ ഒന്നും പറയണ്ടല്ലോ. നീ അല്ലാതെ തന്നെ നിനക്കൊന്ന് കണ്ണടച്ചാ പോരെ. എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അളിയാ. ഇതിന്റെ ലിസ്റ്റ് വന്ന് രാവിലെ എനിക്ക് തരുന്ന ലിസ്റ്റാണ്, ഓരോരുത്തരുടെ പേര്. നിങ്ങളെ വൈദ്യുതി ഓഫീസിൽ ഭയങ്കര കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതൊന്നും നീ എന്നടുത്ത് അങ്ങനെ സംസാരിക്കല്ലേ. ഓഫീസിനെ പറ്റി അനാവശ്യം പറയരുത്. നീ അങ്ങനെ സംസാരിക്കരുത്. ഒരു മനുഷ്യന് ഒരു 2 ദിവസം സാവകാശം കൊടുക്കാൻ നീ വിചാരിച്ചാൽ പറ്റും. 2 ദിവസം 15 ദിവസം സാവകാശം കൊടുത്തില്ല. നീ എടേ അത് എല്ലാവർക്കും പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു സാവകാശം. ഇതിപ്പോ അതുപോലെയാണ്. അവൻ എന്റെ കൂട്ടുകാരൻ, നീ എന്റെ അളിയൻ. അപ്പൊ ആ ഒരു ഇരിപ്പോശെങ്കിലും ഒന്ന് പരിഗണിക്കണ്ടേ? ആ ഇരിപ്പോശം ഒന്നും പരിഗണിക്കാൻ പറ്റൂലല്ല. ഓ പിന്നെ നിങ്ങളുടെ ഓഫീസ് ഭയങ്കര കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് തന്നെ. ഞങ്ങളുടെ ഓഫീസ് കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നോക്കാറുള്ളത്. പിന്നെ അങ്ങനെ സംസാരിക്കരുത്. എന്ത് നമുക്കറിയാം. അല്ല കാശും പിടിപാടും ഉള്ളവന്മാർ വന്നാൽ നീ ഒന്നും കട്ട് ചെയ്യില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. കട്ട് ചെയ്യുന്നിടത്ത് ഞാൻ പോയി അതൊക്കെ എനിക്കറിയാം കേട്ടാ. നീ അങ്ങനെ സംസാരിക്കരുത്. ഇവിടെ പല മറ്റേ ജുവലറിക്കാരന്റെയും മറ്റേ ബാറ് മുതലാളിമാരെയൊക്കെ വന്ന് പറയാം നീ ഒന്നും കട്ട് ചെയ്യൂല. എന്റെ മേഖലയുള്ള കാര്യം ഞാൻ ചെയ്യാറുണ്ട്. എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ കൃത്യമായി ചെയ്യാറുണ്ട്. അതെ നിനക്ക് ഇപ്പൊ ഇത്തിരി സാവകാശം കൊടുക്കാൻ പറ്റുമോ? എനിക്ക് സൗകര്യമില്ല. നീ എന്ത് ഫീസ് കട്ട് ചെയ്യോ? കട്ട് ചെയ്യും. ഞാൻ അവന് 4:30 മണി വരെ ഒരു മാനുഷിക പരിഗണന വെച്ച് 4:30 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കട്ടിയ ലിസ്റ്റ് തന്നെയാണ്. 4:30 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. 4:30 മണിക്ക് മുമ്പ് അവൻ ബില്ല് അടച്ച് കൃത്യമാക്കിയില്ലെങ്കിൽ കൃത്യം 4:45 അവന്റെ ഫീസ് ഞാൻ ഊരിയിരിക്കും. നീ ചിലപ്പോഴേ ഊരും. എന്നാ ഞാൻ നിന്റെ വെല്ല് വിളിക്കുകയാണ്. നീ അവന്റെ ഫീസ് ഊരുമെങ്കിൽ നിന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഫീസ് മൂടാണ് ഞാൻ ഊരും. ഒരു കാര്യം പറയാം, നീ അങ്ങോട്ട് ചെല്ലാ ഫീസ് വരാൻ. നീ അങ്ങോട്ട് നീ ഫീസ് എനിക്ക് കാണണം. തല മുട്ട നീ ഫീസ് വരാൻ പാ. പിന്നെ ഇവൻ ആരാന്ന് ഇവന്റെ വിചാരം? വൈദ്യുതി മന്ത്രിന്നാ. അയാൾക്ക് കാണൂല ഇത്രയും ചാടയും പോരും. നമ്മളൊരു കാര്യം പോയി പറഞ്ഞാൽ ആ മനുഷ്യൻ വളരെ ഇതായിട്ട് ചെയ്തു തരും. എന്നാ പിന്നെ അയാളോട് പോയി പറ. എടി നിന്റെ തന്ത ഹവീൽദാരല്ല വൈദ്യുതി മന്ത്രി. കാണുമ്പോൾ പറയാ. ഇവിടെ ഉള്ളൊരു നിസാര ഒരു ഞാഞ്ഞൂടെ ലൈൻമാൻ. അവനും പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല പോലും. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. ഊരാൻ വരട്ടെന്ന്. പിന്നെ ചിലപ്പോഴേ ഊരും. ചെയ്യുന്നതിനൊരു മര്യാദ വേണ്ടേ? ചുമ്മാ ആളങ്ങ് പറഞ്ഞു വിടുക. അവൻ്റെ അല്ലെങ്കിൽ ഓഫീസിരിക്കുന്നു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യോ? അതില്ല. കുട്ടികൾ വന്നേക്കാ 15 ദിവസത്തിന് മുമ്പ് വാണിംഗ് കൊടുത്തതാണ് ഫീസ് ഊരുന്നുള്ളത്. ഇപ്പൊ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് ആളുകൾ കണക്ക് വന്നിട്ട് ഫീസ് ഊരാതെ അങ്ങ് പോവാൻ അങ്ങനെ പണി പഠിപ്പിക്കാൻ വന്നത്. ഞാൻ ഓടിച്ചു വിട്ട്. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഫീസ് ഊരെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ എന്റെ അടുത്ത ഉപദേശം ഒരിക്കൽ കണ്ടാലും അറിയാലോ. ഒരിക്കലല്ല എന്ന് തന്നെ പരിപാടി. മുമ്പ് ഒരു അറിയാലോ, വലിയ മര്യാദ കൂട്ടപ്പനായിട്ട് നടന്നിട്ട് അവസാനം സഹായിച്ചു കൊടുത്ത് ട്രാൻസ്ഫർ സ്ഥലം വിൽക്കാനുള്ള ഇടപാട് ഞാൻ ചെയ്തു കൊടുത്തു. വേണ്ട ഓരോ പൊല്ലാപ്പിലായിരിക്കും കൊണ്ടുപോയി ചാടിക്കണത്. പിന്നെ അല്ലാതെ എന്നും ഇതന്നെ പരിപാടി അവന്. ഇന്നിപ്പോ സംഭവിച്ചത് അറിയാമോ? ഇനിയിപ്പോ ഇപ്പൊ വെല്ലുവിളിച്ചിട്ട് മുട്ട അടിക്കുന്നോ? മുട്ട അടിച്ചിട്ട് കാണട്ടെ. മുട്ട അടിക്കട്ടെ. അവനവിടെ മുട്ട അടിപ്പിക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ലത്. നമ്മള് അല്ല ഏട്ടന് ഓഫീസിൽ നിന്ന് പറയണ പോലെ ചെയ്യാൻ പറ്റുള്ളൂ. എടി ലിസ്റ്റ് താണ്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഈ ലിസ്റ്റിനകത്ത് കുട്ടപ്പൻ എന്നുള്ള പേരുള്ളതാണ്. നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എന്നിട്ട് രാവിലെ ചെയ്യേണ്ട ഉച്ചയ്ക്ക് എനിക്ക് വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ കയറി എടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ എടുത്തില്ല. എന്താണ്? എനിക്കറിയാം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മനസാക്ഷിയുടെ പുറത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ 4:30 ആകുമ്പോൾ ഞാൻ എന്തായാലും ചെല്ലും. എന്നിട്ട് അവൻ അവസാനം വെല്ലുവിളിച്ചിട്ടാണ് പോയിക്കുന്നത്. യവനേക്കാൾ ഉച്ചത്തില്. ഓഫീസിൽ എല്ലാവരും വിളിച്ചു ചോദിച്ചു എന്താ പ്രശ്നം ഒന്ന്. ഞാൻ ഒന്നുമില്ല, പരിചയമുള്ള ആളാണ്, അളിയൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. പൈസ അടച്ചില്ല. പൈസ അടച്ചില്ലല്ലോ. ഇവിടുത്തെ പൈസ വരാനുണ്ട്. അവന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ഇങ്ങനെ വരാനുണ്ടല്ലോ. ഒരിക്കലും ഈ 4:00 ഇത് പോയി ഊരില്ലെങ്കിൽ ഏട്ടന് നാളെ ചെല്ലുമ്പോ ഓഫീസിൽ ചെല്ലുമ്പോ കംപ്ലൈന്റ് ആകത്തില്ലേ? അപ്പൊ ഏട്ടൻ പോയി ഊരണം. അത്ര അല്ലാതെ നമ്മളത് ചെയ്യും. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. എനിക്കിപ്പോ അളിയനും മച്ചപ്പെന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റുന്നില്ല.
ക്ലീറ്റോ ചേട്ടൻ എങ്ങനെയും ഈ ജോലിയും കൂടെ കളഞ്ഞെടുക്കണം, അത് തന്നെ ഉദ്ദേശം. അവനും ജോലിക്ക് പോവില്ല, ബാക്കിയുള്ള ജോലി ചെയ്യാനും സമ്മതിക്കൂല. മീനൊന്നുമില്ലടി? മീനൊന്നും മേടിച്ചില്ലേന്നു. ആ മീൻകാരൻ ഇന്ന് വന്നില്ല ഏട്ടാ. പിന്നെ അവിടെ ആ വെയിലത്ത് പോയി നിൽക്കാനായിട്ട് എനിക്കൊരു മടിയായിരുന്നു. നിനക്കല്ല, അല്ലെങ്കിൽ മടിയനല്ലേ? ആ, ഇനി ആ ദേഷ്യം കൂടെ എൻ്റെ അടുത്തോട്ട് ഒരു മുട്ട എടുത്ത് പൊരിച്ചിട്ടുണ്ടോ? ഇനി വേണോ? ആ പിന്നെ അല്ല കറിയൊന്നുമില്ലാതെ. അല്ല ആലോചിച്ച് നോക്കണേ, അവൻ എന്തിരുന്നിട്ടാണ് ആലോചിക്കണം. രാവിലെ ഇറങ്ങി പോകുമ്പോൾ സമാനമല്ല, ഉച്ചയ്ക്ക് കയറി വരുമ്പോൾ സമാനമല്ല. ഇവിടുത്തെ എങ്ങോട്ടെങ്കിലും പോയാൽ വന്നാണ് ആലോചിക്കുന്നത് എപ്പോഴും. നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാരെ വേറെ നമ്മളെന്ത് ശത്രുവിനെ പോലെയാണ് കാണുന്നത്. ഒരു പൈസ മര്യാദയ്ക്ക് അടച്ചാൽ വലിയ പാടുമല്ലോ. നമുക്ക് ഇരട്ടി പണിയായത്. ഒരിക്കലൊന്ന് ഫീസ് വരിക, പിന്നെ ഒന്ന് ഫീസ് കെട്ടുക, സമയാസമയത്ത് പൈസ അടച്ചാൽ കുഴപ്പമുണ്ടോ? കുട്ടപ്പൻ്റെ വീട് ആളുണ്ടോ? കുട്ടപ്പ. ഓ ആര് പുറത്തേക്ക് വന്നേ. എന്ത്? ഞാൻ രാവിലെ പറഞ്ഞല്ലേ കുട്ടപ്പ, വെറുതെ നമ്മളിട്ട് മെനക്കെടുത്തിക്കുന്നത്. രാവിലെ എന്തെന്ന് പറഞ്ഞു? പൈസ കൊണ്ട് കൃത്യമായിട്ട് അടയ്ക്കാൻ പറഞ്ഞില്ലേ? പൈസ അടച്ചല്ലോ. എപ്പോഴാ അടച്ചു? പിന്നെ അവിടെ വിളിച്ച് പറഞ്ഞാൽ വിളിച്ചെന്ന് പറഞ്ഞില്ല. രാവിലെ ലിസ്റ്റ് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുന്നത് അവരെ ഉത്തരവാദിത്വം കുറവ്. എപ്പോ അടച്ച പൈസ? ഞാൻ പൈസ അടച്ച് നോക്ക്, അവരെ വിളിച്ച് പോയില്ലെങ്കിൽ. റെസിപ്റ്റ് ഇവിടെ? റെസിപ്റ്റ് ഇവിടെ ഞാൻ എടുത്ത് വെച്ച് പിള്ളേരെ അടുത്ത് കളിച്ചെന്ന് തോന്നുന്നു. പിള്ളേർ കളിക്കാനല്ലോ, നമ്മളൊരു കാര്യം ചെയ്തതിന്റെ തെളിവ് വേണ്ടേ? പൈസ ഞാൻ അടച്ചല്ലോ. നിങ്ങൾ പൈസ അടച്ചെങ്കിൽ നമ്മളെ വിളിച്ച് പറയുമല്ലോ അവര്. അതിന് ലിസ്റ്റ് രാവിലെ വന്ന് വിട്ടേക്കല്ലേ? നിങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ച് ചോദിക്കാമല്ലോ, ഇത് അടച്ചാൽ ചോദിച്ചു. അതിന് അവിടെ അടച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് തന്നെ ഞങ്ങളെ വിളിച്ച് പറയും. ഞങ്ങൾ രാവിലെ ഇറങ്ങുന്ന ഇതുപോലെ. ഞാൻ പൈസ അടച്ചിട്ടുണ്ട്. ഞാൻ പൈസ അടച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ഫീസും കൂടിയാണ്. ഫീസ് വരാൻ പോകും. അനാ ചേട്ടാ ഇതില് ഫീസ് ഇല്ലല്ലോ. ഇവിടെ നിന്ന് ഫീസ് എന്ത് ചെയ്ത്? ഫീസ് ഇല്ല. ഫീസ് ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കണം. ഞാൻ ഫീസ് പരിചയം മുതലെടുക്കല്ലേ? ഞാൻ പരിചയം മുതലെടുക്കല്ലേ? വെറുതെ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. ഫീസ് കൂടിയിട്ട് പോയി. ഇവിടെ ഫീസ് എന്ത് ചെയ്ത്? ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ല. എനിക്ക് കറണ്ട് തുറന്നതേ പേടിയാണ്. പിന്നെ ഞാൻ നിങ്ങളെ വീട്ടിലിരിക്കുന്ന ഇതിനകത്തുള്ള ഫീസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോ ഞാൻ കണ്ടൊന്നുമില്ല. കളിക്കരുത് ചേട്ടാ. കൂട്ടപ്പ ഇത് പ്രശ്നമാവും. സർക്കാർ കാര്യമാണ്. സംസാരിക്കല്ലേ എടുത്ത് രാവിലെ സംസാരിക്കാൻ എന്തിനാണ് പറഞ്ഞത്? ഞാൻ പൈസ കൊണ്ട് അടച്ചിട്ട് തന്നെ വന്നത്. ഇതാകെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓഫീസിൽ വിളിച്ച് പറയും. ഫീസ് വരാൻ വന്നത് സാറന്മാർ വന്നാ ഫീസ് വരാൻ. എന്നിട്ട് ഊരിയില്ലേ? ഫീസ് കണ്ടില്ല. ഇനി ഞാൻ ഫീസ് എടുക്കുന്നു. അയ്യോ, ഫീസ് ആരെടുത്ത് കാക്ക കൊണ്ടുപോയാ? ഊരിക്കോ. നീ ഇവിടെ ചേർന്നാണ് ഈ പരിപാടി? നീ ഇവിടെ ചേർന്നാണ് ഈ പരിപാടി? നീ കുട്ടപ്പന്റെ വീട്ടിലെ ഫീസ് ഊരിന നീ എന്തോ ഭയങ്കര സംഭവം പറഞ്ഞല്ലേ ഊരുടെ. ഓ, അപ്പൊ നീ വാശി കാണിച്ചത് ഇതിനു വേണ്ടിട്ടായിരുന്നു? നീ അളിയായത് ഞങ്ങൾ ചെയ്യേണ്ട ജോലിയാണ്. അതെയാ? ആ, ഞങ്ങൾ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ചെയ്യരുത്. ആ, ഈ ഫ്യൂസ് സംരക്ഷിക്കണം, അത് നിങ്ങളുടെ ജോലിയാണ്. ഇത് കള്ളം കൊണ്ടുപോയതാണ്. ഇപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? ഇത് ഏത് കളയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അകത്ത് പോകും, പിന്നെ ബന്ധം പറഞ്ഞ് വരരുത് നീ. ഇത് പൈസ അടച്ച കേസാണ്. നീ അങ്ങോട്ട് കണക്ട് ചെയ്യും. എനിക്ക് റെസിപ്റ്റ് എവിടെ? റെസിപ്റ്റ് എന്ത് ചെയ്ത് വിട്ടപ്പാ? റെസിപ്റ്റ് ഞാൻ വിളിച്ചപ്പില്ല തന്നില്ലേ? നീ എന്താ തന്ന? പിന്നെ അതെപ്പോഴും നമ്മുടെ ചായ കുടിച്ചിരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആ ചായ മധുരം കുറവെന്ന് പറഞ്ഞ സമയത്ത് നീ റെസിപ്റ്റ് എന്റെ തന്നില്ലേ? പക്ഷെ ഞാൻ എന്നിട്ട് ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാൻ നേരത്തെ റെസിപ്റ്റ് ഞാൻ അൻസാറിന്റെ തന്നു. ഞാൻ എന്റെ പോക്കറ്റിൽ പൈസ കാണാത്തോണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത റെസിപ്റ്റ് ആണ്. അത് ഞാൻ നിന്റെ തന്നു. നിന്റെ തന്നു. എന്ത് തന്നടേ? ഞാൻ നിന്റെ തന്നടേ. നീ ഇത് ഇവിടെ അതല്ലേ ഞാൻ ബാബുക്കുട്ടൻ്റെ കൊടുത്തേ. നിന്റെ തന്നേരം ബാബുക്കുട്ട അത് ഞാൻ കുട്ടപ്പനെ കൈ കൊടുത്തു. എന്നിട്ട് റെസിപ്റ്റ് എവിടെ വിട്ടപ്പാ? റെസിപ്റ്റ് നിങ്ങൾ ചുമ്മാ പിള്ളേരെ കളിക്കല്ലേ? റെസിപ്റ്റ് ആരായിരിക്കുന്നത്? റെസിപ്റ്റ് കണ്ടുപിടിക്കട്ടെ. സമയം എന്താ? നീ ഇങ്ങനെ ബഹളം വെച്ച പക്ഷെ അതല്ല ഒരു ബില്ലിന്റെ പ്രശ്നം. ഈ കറണ്ടിന് പൈസ അടച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലിരുന്നു. ഞാൻ അത് നമ്മൾ ചായ കുടിച്ചിട്ടിരുന്ന സമയത്ത് ക്ലീറ്റപ്പന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ക്ലീറ്റപ്പ് ഞാൻ സംഗതി ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് വർത്താനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ റെസിപ്റ്റ് പൈസ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത റെസിപ്റ്റാണ്. എന്റെ പൈസയിലായിരുന്നു. ഞാൻ ഇവന്റെ കൊടുത്ത് ഞാൻ സാറിന്റെ കയ്യിൽ. നീ എന്ത് ചെയ്തത്? എന്റെ കിട്ടി. ഞാൻ ഇവന്റെ കൈ കൊടുത്തു. അത് ഞാൻ അവിടെ കൊടുത്തു, നേരത്തെ കൊടുത്തു. എന്നിട്ട് റെസിപ്റ്റ് എവിടെ ഹലോ 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 കയ്യിലിരുന്നു. കോമാളിത്തരം കളിക്കരുത്, വെറുതെ വട്ടെടുപ്പിക്കാൻ നോക്കരുത്. എടേ, ഒരു കാണാതെ പോയി റെസിപ്റ്റ് കണ്ടെത്തണ്ടേ? അതിപ്പോ അതിന് കൈകാലം ഉണ്ടെങ്കിൽ വിളിച്ച് പേര് വിളിച്ച് അറിയാമെങ്കിൽ അത് ഇനി വന്നേനെ. ഞങ്ങളൊന്ന് നോക്കട്ടെ, ആലോചിക്കട്ടെ. റെസിപ്റ്റ് ഇല്ല, പൈസ ഫ്യൂസും ഇല്ല. പൈസ പൈസ അടച്ചിട്ട് പൈസ അടച്ച തെളിവ് വേണം.
നിങ്ങൾ ഓഫീസിൽ അന്വേഷിക്ക്. നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഓഫീസിൽ വിളിച്ച് പറയും. നിങ്ങളെ ഓഫീസിൽ ഉത്തരവാദിത്തക്കുറവ് അതെ, ഒരു ഉത്തരവാദിത്തമില്ലേ കുറിച്ച് നിങ്ങൾ പറയണ്ട. സുഹൃത്തെ, ഈ ഊരാൻ വരുന്ന ഉത്തരവാദിത്തം നിങ്ങൾ ഇത് കണക്ട് ചെയ്യാനും കൂടെ കാണിക്കണം. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞങ്ങൾ എല്ലാ വീടുകളും പോയിട്ട് ഇത് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഈ അവസാനത്തെ ഒരു വീട് ഇത് മാത്രമാണ്. നിങ്ങൾ വെല്ലുവിളിച്ചിരുന്നു. രാവിലെ കുട്ടപ്പം പോയപ്പോഴേ പറഞ്ഞാണ് പോയത് ഇത് ഊരിന് എനിക്കൊന്ന് കാണണം. നീ റെസീറ്റ് കണ്ടില്ലെങ്കിൽ നീ ഊരണ ഊരടെ ഫീസ് വേണ്ട ഇവിടെ. അതിനെ പറഞ്ഞു നീ ഊരിക്കോ. ഇതിനെന്താ ഇവിടെ ഞങ്ങൾക്കറിയാം. ഞാൻ സർവീസ് ഇറങ്ങി കട്ടിയടാ. അയ്യോ ഇത് ആകെ പ്രശ്നമാവുന്ന കേസാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ ആവശ്യത്തിന് ഇടപെടരുത്. ഓ ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയും. പോലീസ് വരും. ഞങ്ങൾക്കും പറയാണ്ട് പോലീസിനോട്. ഞങ്ങളും വിളിച്ചു പറയും പൈസ അടച്ചെടുത്ത് ഇവര് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. പൈസ അടച്ച റെസിപ്റ്റ് കാണിക്കണമായിരുന്നു നിങ്ങൾ. റെസിപ്റ്റ് നിങ്ങളെ റെസിപ്റ്റ് ഇല്ല, ഇവിടെ ഫ്യൂസ് ഇല്ല. പൊടിച്ചടാ വലിച്ചടക്കിയ. പിന്നെ നീ പോലീസ് ഒന്നും പറഞ്ഞ് പേടിയാക്കണ്ട. ഇവിടെ ദിവസവും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണവരാണ് ഞങ്ങളെല്ലാവരും. പിന്നെ പോലീസ് ഇനി വേറെ എന്ത് കട്ടിയാണ് നിനക്ക്? ഇനി വേറെ എല്ലാം വേണോ കട്ടിയാണോ? മുറിച്ചോ, നീ മുഴുവൻ മുറിച്ചോടായി. മുറി അതവിടെ ഇരുന്നട്ടെ. പിന്നെ നീ അടുത്ത അടുത്ത എന്താണ് പരിപാടി? അതിന്റെ മേലെ നിങ്ങളൊന്ന് കയറണം കാണുമല്ലോ. ചെയ്യും. വൈദ്യുതി മന്ത്രി എടാ എന്നെ വെല്ലു വിളിച്ചിട്ട് ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് വിളിച്ചളയുന്നു. നീ ഇതിന്റെ മേലെ കയറി ചേട്ടൻ എനിക്കൊന്ന് കാണുമല്ലോ. ഞാൻ ഉച്ചക്ക് എന്നെ വെല്ലു വിളിച്ചിട്ടാണോ എന്നെ അങ്ങ് തകർത്ത് കളയുന്നു. കാണണല്ലേ എന്താ ചെയ്യണം കേട്ടോ. എന്റെ പൊന്നെ അതാ മുറിക്കണം. ഈ മുറിക്കണതേ എന്നെയാണ് എന്റെ കഴുത്ത് വെട്ടാണ് പാവൻ വയറ് മുറിക്കണത്. വേറെ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ. മനുഷ്യനെ അതാ അടുത്ത എന്റെ കൈ വെട്ടണം. അടുത്ത് 2 കഷ്ണമാക്കി. ഓ അത് പോട്ടും ഫീസ് എന്റെ കാണിക്കണ്ട. മാറ വെട്ടി പിരുത്ത് കളഞ്ഞു. ഓ സാറന്മാരെ, ഈ ബില്ല് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ബില്ല് കുട്ടപ്പന്നി ഒന്നുകൂടെ നോക്കിയാണ് നിന്റെ പോക്കറ്റിൽ. ഞാനല്ല ബില്ലടയ്ക്കാൻ പോയത്. ബില്ലടയ്ക്കാൻ പോയത് അളിയനല്ലേ? ശരിയാണല്ലോ, ഞാൻ അടച്ചത് നിന്റെ തന്നല്ല സാറേ. നീ നോക്കിയാണ്. എന്റെ തന്ന സാധനമല്ലേ ഞാൻ ബാബുക്കുട്ടൻ്റെ കൊടുത്തത്. എന്റെ ബാബുക്കുട്ട നീ ഒന്ന് നോക്കടേ. ഒന്ന് ഞാൻ നോക്കട്ടെ ഉണ്ടോന്ന്. നോക്കാം അങ്ങോട്ട്. ഒരെണ്ണം തലക്കിട്ട് തന്നുണ്ടല്ലോ. ആ സാറന്മാർ എത്ര സമയം ചോദിച്ചു റെസിപ്റ്റ് എവിടെ റെസിപ്റ്റ് എവിടെയെന്ന്. സാറേ റെസിപ്റ്റ് കിട്ടി. പിന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യാത്തതേ ഞാൻ തന്നെ അവിടെ പറഞ്ഞത് അറിയിക്കണ്ട, ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞോളാന്ന്. എന്തായാലും ഒരു കാര്യം ചെയ്യും, സാറന്മാർ രണ്ടും കൂടെ കയറി അതുകൊണ്ട് കണക്ട് ചെയ്യും. നാളെ ചെയ്യാം. മണി 4:52 ആയിട്ടുള്ളൂ. ഇനി 8 മിനിറ്റ് ഉണ്ട്. അത് കണക്ട് ചെയ്തിട്ട് പോയാൽ മതി. ചേട്ടാ നിങ്ങൾ പണിയാൻ വേണ്ടി നിങ്ങൾ ആളെയും മനഃപൂർവ്വം ചെയ്തതാണ്. അവ എന്നും എനിക്ക് പണിയാൻ ഇനി കണക്ട് ചെയ്തിട്ട് പോവാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് മൊബൈലിൽ എടുക്കട്ടെ. കുറച്ച് ആൾക്കാരെ കാണിക്കാം. വാട്സാപ്പിൽ ഇട്ടേ. ഞങ്ങളൊരു സെൽഫി എടുക്കണം. സെൽഫി നിങ്ങളല്ല. Alien versus Alien.